കേരളത്തിലെ സർക്കാർ മെഡിക്കൽ കോളേജുകളിൽ ശസ്ത്രക്രിയ മുടങ്ങുകയാണ്. ഇത് ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെയും സർക്കാരിന്റെ പിടിപ്പുകേടല്ലേ? തീർച്ചയായും കേരളത്തിലെ സർക്കാർ മെഡിക്കൽ കോളേജുകളിൽ നിന്ന് പുറത്തു വരുന്ന വാർത്ത അതീവ ദയനീയമാണ്, അതീവ ഭയാനകമാണ്. കാരണം സാധാരണക്കാരായ രോഗികൾ ആശ്രയിക്കുന്നതാണ് കേരളത്തിലെ മെഡിക്കൽ സർക്കാർ കോളേജുകളിൽ. പലർക്കും സ്വകാര്യ ആശുപത്രികളിൽ പോകാൻ പണമില്ലാത്തവർ, അല്ലെങ്കിൽ ഇൻഷുറൻസ് പരിരക്ഷ ഇല്ലാത്തവർ, അത്തരക്കാരാണ് സാധാരണക്കാരായ ആളുകളാണ് സർക്കാർ മെഡിക്കൽ കോളേജ് ആശുപത്രികളിലേക്ക് ചികിത്സയ്ക്കായി പോവുക. അത്തരം രോഗികളെ വലയ്ക്കുന്ന തരത്തിൽ, അല്ലെങ്കിൽ അവരുടെ ജീവൻ പോലും നഷ്ടമാകുന്ന തരത്തിലാണ് ഇപ്പോൾ അവിടെയുള്ള സർക്കാരിന്റെ ഒരു പ്രതികരണം എന്നത് നമുക്ക് ഖേദകരമായി തന്നെ പറയേണ്ട ഒരു വസ്തുതയാണ്. കഴിഞ്ഞ ദിവസം തന്നെ ഒരു ഓപ്പറേഷൻ എന്തോ നടത്തിയിട്ട് മറ്റേ ട്യൂബ് ഹൃദയത്തിൽ വരുന്ന ആ. നിസ്സംഗത ഒരു ഭാഗത്ത് പെരുകുമ്പോഴാണ് മറുഭാഗത്ത് ഡോക്ടർ ഹാരിസ് ചിറക്കൽ പറഞ്ഞതുപോലെ പാവപ്പെട്ട രോഗികളുടെ നെഞ്ചത്തടിക്കുന്ന തരത്തിലേക്ക് സർക്കാർ മാറിയിരിക്കുന്നു. കാരണം ആശുപത്രികളിൽ ശസ്ത്രക്രിയ ഉപകരണങ്ങൾ വിതരണം ചെയ്യേണ്ട കമ്പനികൾക്ക് 1700 കോടി രൂപ കുടിശ്ശികയായിരിക്കുകയാണ്. ഈ കുടിശ്ശിക തീർക്കാതെ ഇനി ശസ്ത്രക്രിയ ഉപകരണങ്ങൾ നൽകേണ്ടതില്ല എന്ന നിലപാടിലാണ് കമ്പനികൾ ഇപ്പോൾ ഉള്ളത്. ഹൃദയ ശസ്ത്രക്രിയ അടക്കം ഓർത്തോ വിഭാഗങ്ങളിലടക്കം ശസ്ത്രക്രിയ നടത്തേണ്ട അഞ്ചിയോപ്ലാസ്റ്റിയും ആൻജിയോഗ്രാം പോലെയുള്ള ശസ്ത്രക്രിയ പുറത്തുനിന്ന് ഉപകരണങ്ങൾ വലിയ വിലയ്ക്ക് വാങ്ങി നൽകിയാൽ മാത്രമേ ശസ്ത്രക്രിയ നടത്താൻ കഴിയൂ എന്ന നിലപാടാണ് ആശുപത്രി അധികൃതർക്കുള്ളത്. അവിടെ നമുക്ക് ഡോക്ടർമാരെ കുറ്റം പറയാൻ കഴിയില്ല. കാരണം കേരളത്തിലെ മെഡിക്കൽ കോളേജുകളിലെ ഡോക്ടർമാരിൽ 99.99% മികച്ച ഡോക്ടർമാരാണ്. കേരളത്തിൽ ഇന്ന് ലഭിക്കാവുന്ന ഏറ്റവും മികച്ച ഡോക്ടർമാരാണ് ഈ ആശുപത്രികളിൽ സേവനം ചെയ്യുന്നത്. പക്ഷേ അവർക്ക് എന്ത് ചെയ്യാൻ കഴിയും? അവർക്ക് ഒരു ശസ്ത്രക്രിയ നടത്താൻ ആവശ്യമായ ഉപകരണങ്ങൾ നൽകേണ്ടത് സംസ്ഥാനം ഭരിക്കുന്ന ഭരണകൂടമാണ്. നിർഭാഗ്യകരമെന്ന് പറയട്ടെ, മുൻ മാധ്യമപ്രവർത്തക കൂടിയായ ആരോഗ്യമന്ത്രി വീണ ജോർജ് 100% പരാജയപ്പെട്ട ഒരു മന്ത്രിയാണ്. നേരത്തെ കേരളം ആരോഗ്യരംഗത്ത് നമ്പർ 1 ആണെന്ന് പരസ്യം നൽകിയ ഇടതു സർക്കാർ കെ ശൈലജ ടീച്ചർ ആരോഗ്യവകുപ്പ് മന്ത്രിയായ സമയത്ത് കോവിഡിനെ പിടിച്ചുകെട്ടി എന്നൊക്കെ വലിയ തരത്തിലുള്ള വീരവാദം ഉന്നയിച്ച സർക്കാരിന് ഈ ആരോഗ്യവകുപ്പ് മന്ത്രി ബിഗ് സീറോ ആയി മാറിയിരിക്കുകയാണ്. ആറന്മുളക്കാർക്കും കേരളത്തിനും അപമാനകരമായ ഒരു മന്ത്രിയാണ് കേരളത്തിന്റെ ആരോഗ്യമന്ത്രി. ശസ്ത്രക്രിയ മുടങ്ങുമ്പോൾ പോലും കൃത്യമായി ഒരു നിലപാടെടുക്കാൻ, അല്ലെങ്കിൽ ആ മുടങ്ങിയ ശസ്ത്രക്രിയകൾ എത്രയും വേഗം പഴയ രൂപത്തിലാക്കി ഈ ആശുപത്രികളുടെ മരുന്ന് കമ്പനികൾക്ക്, ഉപകരണങ്ങൾ വിതരണം ചെയ്യുന്ന കമ്പനികൾക്കുള്ള കുടിശ്ശിക വിതരണം ചെയ്യാൻ യാതൊരു നിലപാടും സർക്കാർ സ്വീകരിക്കുന്നില്ല, ആരോഗ്യമന്ത്രി സ്വീകരിക്കുന്നില്ല എന്നത് സാധാരണക്കാരായ രോഗികളെ നെഞ്ചത്തടിക്കുന്നതിന് തുല്യമാണ്. ഈ വിഷയത്തിൽ അടിയന്തരമായ നിലപാട് സർക്കാർ സ്വീകരിക്കണം. കാരണം ഒരു അസുഖം വന്ന് പെട്ടെന്ന് ഏതെങ്കിലും ഒരു മെഡിക്കൽ കോളേജിലേക്ക് എത്തിയാൽ അവിടെ ആ മെഡിക്കൽ കോളേജിൽ അടിയന്തരമായ ഒരു ശസ്ത്രക്രിയ നടത്തണമെങ്കിൽ പുറത്തെ സ്വകാര്യ മെഡിക്കൽ ഷാപ്പുകളിൽ നിന്ന്, അല്ലെങ്കിൽ സ്വകാര്യ ലാബുകളിൽ നിന്ന് ശസ്ത്രക്രിയ ഉപകരണം വാങ്ങി മെഡിക്കൽ കോളേജുകളിൽ നൽകേണ്ട സ്ഥിതിവിശേഷമാണുള്ളത്. ഹൃദയ ശസ്ത്രക്രിയ അടക്കമുള്ള അതിസങ്കീർണമായ ശസ്ത്രക്രിയകൾ ഇത്തരത്തിൽ നടത്തുമ്പോൾ ഒരു പാവപ്പെട്ട രോഗിക്ക് ഒരുപക്ഷെ പെട്ടെന്ന് പണം കണ്ടെത്താൻ കഴിയില്ല. അങ്ങനെയുള്ള ആളുകളുടെ ജീവൻ പോലും നഷ്ടപ്പെടുന്ന തരത്തിലാണ് ആശുപത്രികളുടെ പ്രവർത്തനം നടത്തുന്നത്. ഇതിന്റെ ഉത്തരവാദി 1ാം സ്ഥാനത്ത് ആരോഗ്യമന്ത്രി വീണ ജോർജും 2ാം സ്ഥാനത്ത് മുഖ്യമന്ത്രി പിണറായി വിജയനും സർക്കാരുമാണ്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ, കാരണം ഓണത്തിനോടനുബന്ധിച്ചെല്ലാം പരസ്യത്തിന് കോടികൾ ചെലവഴിക്കുന്ന, PR വർക്കിന് കോടികൾ ചെലവഴിക്കുന്ന ആരോഗ്യമന്ത്രിയും മുഖ്യമന്ത്രിയും ഈ വിഷയം കണ്ണു തുറന്ന് കാണണം. തങ്ങൾക്കൊരു അസുഖമുണ്ടായാൽ അമേരിക്കയിലെ ആശുപത്രികളിൽ പോയി ചികിത്സിക്കുന്ന മയോ ക്ലിനിക്കിലേക്കും മറ്റും പോകുന്ന മന്ത്രിമാർക്ക് കേരളത്തിലെ സാധാരണക്കാരായ ജനങ്ങൾ ആശ്രയിക്കുന്ന മെഡിക്കൽ കോളേജുകളിലെ ഈ വിഷയങ്ങൾ കാണാൻ കഴിയുന്നില്ല എന്നത് ഖേദകരമായ യാഥാർത്ഥ്യമാണ്. ഇത് വിഷയത്തിൽ യുവജന സംഘടനകൾ അടിയന്തരമായി ഇടപെടണം. വീണ ജോർജ് ഉൾപ്പെടെയുള്ള മന്ത്രിമാർക്ക് യാതൊരു ധാർമ്മിക അവകാശവും ആ സ്ഥാനത്തിരിക്കാനില്ല. എത്രയും വേഗം അവർ രാജിവെച്ച് പുറത്തു പോകണം. രാജിവെച്ച് പുറത്തു പോവുക മാത്രമല്ല ചെയ്യേണ്ടത്, ഈ ആശുപത്രികൾ, മരുന്ന് കമ്പനികൾ, ഇത് ഉപകരണങ്ങൾ വിതരണം ചെയ്യുന്ന കമ്പനികൾക്കുള്ള കുടിശ്ശിക കൊടുത്തു തീർക്കാൻ സർക്കാർ തയ്യാറാണ്. കാരണം അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം 1700 രൂപയാണ് ഇപ്പോൾ ആകെ കുടിശ്ശികയായി കിടക്കുന്നത്. 1700 കോടി രൂപ എന്ന് പറഞ്ഞ കമ്പനികളെ സംബന്ധിച്ച് വലിയ തുകയാണ്. ആ തുക നൽകിയാൽ, അല്ലെങ്കിൽ ആ തുകയിൽ കുറച്ചെങ്കിലും നൽകിയാൽ അവർ ഉപകരണങ്ങൾ നൽകാൻ തയ്യാറാകുമെന്ന് നേരത്തെ കോഴിക്കോട് മെഡിക്കൽ കോളേജുകളിലെല്ലാം ഇത്തരത്തിൽ ശസ്ത്രക്രിയ മുടങ്ങുന്ന, ഉപകരണങ്ങൾ ഇല്ലാത്തത് മൂലം ശസ്ത്രക്രിയ മുടങ്ങുന്ന സാഹചര്യം ഉണ്ടായപ്പോൾ പകുതി പണം നൽകിയതിനു ശേഷം ഉപകരണങ്ങൾ നൽകാൻ മരുന്ന് കമ്പനികൾ തയ്യാറായിരുന്നു. കാരണം അവർക്കറിയാം പൂർണ്ണമായി കിട്ടിയില്ലെങ്കിലും പകുതിയെങ്കിലും കൊടുത്താൽ അവർ നൽകും. അതിനുള്ള സാഹചര്യങ്ങളും സർക്കാർ സൃഷ്ടിക്കണം. പ്രത്യേകിച്ച് കേരളത്തിൻ്റെ നമ്പർ 1 ആരോഗ്യ മേഖലയാണെന്ന് 4 മുളം നീളമുള്ള നാക്കുമായി നിരന്തരം പറയുന്ന സർക്കാർ
സാധാരണക്കാരായ രോഗികളെ മരണത്തിലേക്ക് തള്ളിവിടരുത്. കാരണം സാധാരണക്കാർക്ക് സ്വകാര്യ ആശുപത്രികളിൽ ആശ്രയിക്കാനുള്ള സാഹചര്യവും പണവും ഇല്ലാത്തത് കൊണ്ടാണ് അവർ മെഡിക്കൽ കോളേജുകളിലേക്ക് പോകുന്നത്. ആർക്കും ഇഷ്ടമായിട്ടല്ല ആശുപത്രികളിൽ പോകുന്നത്. അതുകൊണ്ട് തന്നെ സാധാരണക്കാരുടെ ജീവൻ കൊണ്ട് സർക്കാർ അഭ്യാസം കളിക്കരുത് എന്ന് മാത്രമാണ് സർക്കാരിനോട് പറയാനുള്ളത്. നേരത്തെ ഡോക്ടർ ഹാരിസ് ചിറക്കൽ പറഞ്ഞത് പല ഉപകരണങ്ങളും ഇല്ല എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തെ ബലിയാടാക്കാൻ അല്ലെങ്കിൽ അദ്ദേഹത്തെ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്യാനൊക്കെ സർക്കാർ ശ്രമിച്ചിരുന്നു. കേരളത്തിന്റെ പ്രതിഷേധം ഭയന്ന്, ബഹുജന രോഷം ഭയന്നുകൊണ്ടാണ് അതിൽ നിന്ന് സർക്കാർ പിന്മാറിയത്. പക്ഷേ ഹാരിസ് ചിറക്കൽ പറഞ്ഞത് 100% ശരിയാണെന്ന് ഇപ്പോൾ വീണ്ടും ബോധ്യം വരികയാണ്, തെളിയിക്കപ്പെടുകയാണ്. ആ വിഷയത്തിൽ അതിശക്തമായ ഒരു നിലപാട് ആരോഗ്യവകുപ്പ് മന്ത്രിയും മുഖ്യമന്ത്രിയും സ്വീകരിക്കണം. അല്ലെങ്കിൽ ഇനിയും ഒരുപാട് ശസ്ത്രക്രിയകൾ മുടങ്ങുന്ന സാഹചര്യമുണ്ടാകും, ആളുകൾ മരിക്കുന്ന സാഹചര്യമുണ്ടാകും. ഇത് അടിയന്തരമായി ഈ വിഷയത്തിൽ ഇടപെടേണ്ടത് ആരോഗ്യമന്ത്രിയാണ്. ആരോഗ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പ്രതിഷേധങ്ങളെ അവർക്ക് പുച്ഛമാണ്, അല്ലെങ്കിൽ ആളുകൾ അഭിപ്രായം പറയാൻ അവർക്ക് പുച്ഛമാണ്. എല്ലാ വിഷയവും ഒരു മാധ്യമ പ്രവർത്തകയായ ഇവർ എങ്ങനെ ഇത്തരത്തിൽ വിഷയങ്ങളെ സമീപിക്കുന്നത് അത്ഭുതമുളവാക്കുന്ന ഒരു കാര്യമാണ്. പക്ഷേ ആരോഗ്യമന്ത്രി കേരളത്തിന്റെ പ്രതിഷേധത്തിൽ ചൂടറിഞ്ഞിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഇനിയും ആരോഗ്യമന്ത്രി ഈ നിലപാട് തുടർന്നാൽ അവർക്ക് പുറത്തിറങ്ങാൻ കഴിയാത്ത സാഹചര്യമുണ്ടാകും. ശക്തമായ പ്രതിഷേധവുമായി യുവജന സംഘടനകൾ രംഗത്തിറങ്ങും, രാഷ്ട്രീയ പാർട്ടികൾ രംഗത്തിറങ്ങും. കാരണം ഇത് മറ്റൊരു മേഖല പോലെയല്ല, കേരളത്തിലെ ആരോഗ്യ മേഖലയെ ബാധിക്കുന്ന വിഷയമാണ്, ആളുകളുടെ ജീവനെ ബാധിക്കുന്ന വിഷയമാണ്. ഈ കുടിശ്ശിക കൊടുത്തെങ്കിൽ മാത്രമേ മരുന്ന് കമ്പനികൾ ഇനി ശസ്ത്രക്രിയ ഉപകരണങ്ങൾ നൽകുമെന്ന് വളരെ വ്യക്തമായി അവർ പറഞ്ഞു കഴിഞ്ഞു. നമുക്ക് അവരെ കുറ്റം പറയാൻ കഴിയില്ല. കാരണം 1700 കോടി രൂപ കുടിശ്ശികയായി എന്ന് പറയുമ്പോൾ ആ പണം നൽകാൻ സർക്കാർ ബാധ്യസ്ഥരാണ്. കാരണം അവർ അത്രയും ത്യാഗം സഹിച്ചായിരിക്കും ആശുപത്രികളിലേക്ക് ഇത് കൊടുക്കുന്നത്. അവർക്ക് പകുതി പണമെങ്കിലും നൽകാൻ എത്രയും വേഗം നൽകാൻ സർക്കാർ തയ്യാറാകണം. അങ്ങനെ തയ്യാറാകാത്ത പക്ഷം വീണ്ടും വലിയ പ്രതിസന്ധിയിലേക്ക് ആരോഗ്യ മേഖല കടന്നെത്തും. ഇപ്പോൾ മെഡിക്കൽ കോളേജുകളിലെ ശസ്ത്രക്രിയകളാണ് മുടങ്ങിയതെങ്കിൽ നാളെ താലൂക്ക് ആശുപത്രികളിലെ, അതോടൊപ്പം തന്നെ ജില്ലാ ആശുപത്രികളിലെയും പല ശസ്ത്രക്രിയകളും മുടങ്ങുന്ന സാഹചര്യത്തിലേക്ക് എത്തും. ആരോഗ്യ മേഖലയെ തകർത്തു തരിപ്പണമാക്കുന്ന രൂപത്തിൽ നിന്ന്, അല്ലെങ്കിൽ തകർത്തു തരിപ്പണമാക്കുന്ന നീക്കത്തിൽ നിന്ന് സർക്കാർ പിന്തിരിയണം. നിലവിലെ ആരോഗ്യ മേഖല ICUവിൽ കിടക്കുകയാണ് കേരളത്തിന്റെ ആരോഗ്യ മേഖല. നമുക്ക് മറ്റു സംസ്ഥാനങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ കേരളത്തിന്റെ ആരോഗ്യ മേഖല നമ്പർ 1 ആണെന്ന് സർക്കാർ പറയുന്നത് അത് ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെയോ മുഖ്യമന്ത്രി പിണറായി വിജയന്റെയോ മിടുക്കല്ല. കാലാകാലങ്ങളായി കേരളം ഭരിച്ച ഭരണാധികാരികൾ, അതായത് ഒന്നാം കേരള സർക്കാരിലെ മുഖ്യമന്ത്രി EMS തുടങ്ങി ഏറ്റവും പിണറായി വിജയന് തൊട്ടു മുമ്പ് കേരളം ഭരിച്ച ഉമ്മൻചാണ്ടി വരെയുള്ള ഭരണാധികാരികളുടെ ഇച്ഛാശക്തി കൊണ്ടും മിടുക്കുകൊണ്ടും, അതിൽ കക്ഷി രാഷ്ട്രീയമൊന്നുമില്ല, എല്ലാ മുഖ്യമന്ത്രിമാരും അല്ലെങ്കിൽ ആരോഗ്യവകുപ്പ് കൈകാര്യം ചെയ്ത ആളുകൾ നടത്തിയ പരിശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് കേരളം ആരോഗ്യ മേഖലയിൽ ഇന്ത്യയിൽ 1ാം സ്ഥാനത്തെത്തിയത്. മറ്റു സംസ്ഥാനങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ 1ാം സ്ഥാനത്തെത്തിയത് അത് വീണ ജോർജിന്റെ ഗുണം കൊണ്ടല്ല, വീണ ജോർജിന്റെ മിടുക്ക് കൊണ്ടല്ല. അവർ കരുതുന്നത് താൻ ആരോഗ്യമന്ത്രിയായതിനു ശേഷമാണ് കേരളം 1ാം സ്ഥാനത്തെത്തിയതെന്നാണ്. പക്ഷേ PR വർക്കിലൂടെയും പൊള്ളയായ അവരുടെ പ്രൊമോഷനിലൂടെയും മാത്രമാണ് അവർ എന്തോ സംഭവമാണെന്ന് ധരിച്ചു വെക്കുന്നത്. അവർ ഊതി വീർപ്പിച്ച ഒരു ബലൂൺ മാത്രമാണെന്ന് നാൾക്കുനാൾ പുറത്തു വരുന്ന വാർത്തകളിലൂടെ നമുക്ക് വ്യക്തമാവുകയാണ്. ആ ഒരു പശ്ചാത്തലത്തിൽ ആരോഗ്യമന്ത്രി ഈ വിഷയത്തിൽ അടിയന്തരമായി ഇടപെടണം. ആരോഗ്യമന്ത്രി മാത്രം ഇടപെട്ടാൽ പോരാ, ധനവകുപ്പിനെ കൊണ്ട് ഫണ്ട് അനുവദിച്ച് മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ ഇടപെടണം. ഇല്ലെങ്കിൽ കേരളത്തിലെ ആളുകൾ കൂട്ടത്തോടെ മരിച്ചു വീഴുന്ന സാഹചര്യം ഉണ്ടാവും. അടിയന്തര ശസ്ത്രക്രിയ നടത്താൻ കഴിയാതെ കേരളത്തിലെ മെഡിക്കൽ കോളേജുകൾ നോക്കുകുത്തികളായി മാറുകയാണ്. കാരണം സുഖവാസ കേന്ദ്രങ്ങളല്ല, റിസോർട്ടുകളല്ല മെഡിക്കൽ കോളേജ്. ഒരു ജില്ലയ്ക്കകത്ത് ഏറ്റവും മികച്ച, ഏറ്റവും മുന്തിയ ചികിത്സ നൽകുന്ന ആശുപത്രികളാണ് മെഡിക്കൽ കോളേജ്. സാധാരണക്കാരായ രോഗികൾക്ക് അവന്റെ അവസാന ആശ്രയമാണ് മെഡിക്കൽ കോളേജ്. ആ മെഡിക്കൽ കോളേജുകളെ നോക്കുകുത്തികളാക്കി മാറ്റാതിരിക്കാൻ ഇനിയെങ്കിലും വീണ ജോർജിന് അവരുടെ മേക്കപ്പ് എല്ലാം മാറ്റിവെച്ച്, അല്ലെങ്കിൽ വീണ ജോർജിന് ഇനിയെങ്കിലും സമയമുണ്ടെങ്കിൽ ഈ വിഷയത്തിൽ ഇടപെടണം. അല്ലെങ്കിൽ അവർ രാജിവെച്ച് പുറത്തു പോകുന്നതാണ് ഏറ്റവും അഭികാമ്യം.